ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിത്തരും. ഞാനിങ്ങനെ ഒരു വചനമാണ് ചൊല്ലുന്നത്. 2-3 കാര്യങ്ങളേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, എല്ലാ കാര്യങ്ങളും അവൻ എന്നെ പഠിപ്പിക്കും. പാപത്തെ പറ്റിയും നീതിയെ പറ്റിയും സത്യത്തെ പറ്റിയും അന്ത്യവിധിയെ പറ്റിയും അവൻ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, ഈ പുതിയ സൃഷ്ടിയായി മാറും. ആര് പറഞ്ഞേക്കണതാ? യേശു പറഞ്ഞേക്കണ. നിങ്ങൾ ബൈബിൾ മുഴുവൻ പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. യേശു പറഞ്ഞ കുഞ്ഞു കാര്യം പഠിച്ചെടുത്തില്ലെങ്കിൽ രക്ഷപ്പെടില്ല. യേശു നീ അതായത് ബൈബിൾ മുഴുവൻ വായിക്കുന്ന എണ്ണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യേശു ദൈവപുത്രൻ എന്താണ് നമ്മൾ രക്ഷപ്പെടാൻ പറഞ്ഞത് അത് പഠിച്ചെടുത്താൽ മതി. ബൈബിൾ മുഴുവൻ പഠിച്ച ഈ ബൈബിൾ, അതായത് ഈ ബൈബിളൊക്കെ പഴയ നിയമം മുതൽ പുതിയ നിയമം യേശുവിൻ്റെ അധികാരമായി പുതിയ എന്നപ്പോൾ പക്ഷേ അധികാരം യേശുവിൻ്റെതായി. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയും കൊല്ലം ബൈബിൾ പഠിപ്പിച്ചിട്ട് കർത്താവ് നമുക്ക് രക്ഷയ്ക്ക് തന്നെ ഒരേ ഒരു കാര്യമുള്ളൂ. എന്നതാ എന്തോ? യേശുവിന് നാമല്ല. യേശു നമുക്ക് രക്ഷയ്ക്ക് തന്നെങ്കിൽ ഒറ്റ ഒരു നാമമുള്ളൂ. അതാ പറഞ്ഞു. യേശു പീഡാനുഭവം കഴിഞ്ഞ് ഇവിടുന്ന് കുരിശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോയി. എങ്ങോട്ട് പോയി? നമുക്ക് സഹായന പരിശീലനം തരാൻ. എന്നിട്ട് കർത്താവിനെ പറഞ്ഞിട്ടാ പോയത്? ചുമ്മാ പറയുക. ബൈബിളൊക്കെ ശരിക്കും പഠിക്കുക. ബൈബിൾ എന്നെ കർത്താവ് എന്ത് പറഞ്ഞിട്ടാ പോയത്? കർത്താവ് സീനായ് മലയിൽ നിന്ന് 40-ാം ദിവസം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സീനായ് മലയിൽ നിന്നിട്ട് അന്നുള്ള ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, ഇനി ഞാനല്ല നിങ്ങളെ നയിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ട് പോകട്ടോ. ഇനി ഞാനല്ല നിങ്ങളെ നയിക്കുന്നത്. ഞാൻ പോയില്ലെങ്കിൽ സഹായനായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നതല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ, അതിന്റെ പേരാണ് സഭ പന്തക്കോസ്ത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പന്തക്കോസ്ത വന്നപ്പോഴാണ് ജനക്കെല്ലാം മാറ്റം ഉണ്ടായേ. പന്തക്കോസ്ത പരിശുദ്ധാത്മാവ് പ്രവർത്തി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ വിധിക്കാനേ വരുള്ളൂ. യേശു എന്താ പറഞ്ഞ്? ഞാൻ ഇനി നിങ്ങളെ വിധിക്കാനേ വരുള്ളൂ. പക്ഷേ ഞാൻ പോയി ആ സഹായനായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അയക്കും. അവിടെ പരിശുദ്ധാത്മാവ് എത്ര പേരിൽ അയച്ചേക്കണം നോക്കി, അത്ര പേരിലാന്ന് നോക്കി. അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറും. പിന്നെയാണ് അത് ആ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയായി മാറിയോണ്ടാണ് ഒരുപാട് അന്ന് പന്തക്കോസ്തയിൽ കൂടി കടന്നു വന്ന ഡിവൈനിൽ കൂടിയാണ് കേരളത്തിലേക്ക് ആദ്യം